നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദംകാരിയോ പുണർദംകാരനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. നിങ്ങൾ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ പല കാര്യങ്ങളും ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുണർദം നക്ഷത്രം ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുണ്യ നക്ഷത്രമായിട്ടാണ് ജ്യോതിഷത്തില് കണക്കാക്കപ്പെടുന്നത്. ശ്രീരാമൻ ജനിച്ച നക്ഷത്രം എന്ന വിശ്വാസം ഈ നക്ഷത്രത്തിന് ഒരു അതിവിശിഷ്ടമായ ആത്മീയ മഹത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവഹസ്തം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മിഥുന രാശിയിലെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായ പുണർദം നക്ഷത്രം ജീവിതത്തിൽ വീണ്ടെടുപ്പ്, പുതുജീവൻ, പുനരുജ്ജീവനം എന്നീ ശക്തികളുടെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരിക്കൽ നഷ്ടപ്പെട്ടതിനെ വീണ്ടും തിരികെ നേടാനുള്ള അതിശയകരമായ ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ജീവിതത്തിലെ എത്ര പ്രതിസന്ധികൾ വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള മനോബലം ഇവരിൽ സ്വാഭാവികമായി നിറഞ്ഞിരിക്കും. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനം, ധർമ്മബോധം, ആത്മീയത, വിനയം, ദാനശീലം തുടങ്ങിയ ഗുണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായി പ്രകടമാകാറുണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ വളരെ സത്യസന്ധരും നീതിബോധമുള്ളവരുമായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മനസ്സ് ഇവർക്കുണ്ടാകും. സ്വന്തം ലാഭത്തിനു വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ നാശം ആഗ്രഹിക്കാത്തവരായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ ദേവതയായിട്ട് അറിയപ്പെടുന്നത് അതിഥിയാണ്. ദേവമാതാവായ അതിഥിയുടെ അനുഗ്രഹമുള്ളതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സംരക്ഷണ ശക്തി വളരെ കൂടുതലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പല അപകടങ്ങളിൽ നിന്നും അവസാന നിമിഷം രക്ഷപ്പെടുന്ന അനുഭവങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പലപ്പോഴും ഇത് ദൈവകൃപ കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇവരെ തേടിയെത്തും. പുണർദം നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വഭാവക്കാരായിരിക്കും. എത്ര കോപം വന്നാലും അധിക നേരം മനസ്സിൽ വൈരാഗ്യം സൂക്ഷിക്കാൻ ഇവർക്കാവില്ല. ആരെങ്കിലും വേദനിപ്പിച്ചാലും കുറച്ചു സമയം കഴിഞ്ഞാൽ തന്നെ അവരെ ക്ഷമിക്കാൻ ഇവർ തയ്യാറാകും. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും ഇവർക്ക് പ്രത്യേക സ്ഥാനമുണ്ടാകും. ഇവരുടെ സംസാര ശൈലിയും വളരെ സൗമ്യമായിരിക്കും. കഠിനമായി സംസാരിക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടാകില്ല. മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുമോ എന്ന് ചിന്തിച്ചാണ് പലപ്പോഴും ഇവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ചിലർ ഇവരെ ദുർബലരായി കരുതിയാലും യഥാർത്ഥത്തിൽ അതൊരു വലിയ മാനസിക ശക്തിയുടെ ലക്ഷണമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആത്മീയതയോടുള്ള ആകർഷണം. ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, മന്ത്രജപം, ദാനധർമ്മങ്ങൾ എന്നിവയിൽ ഇവർക്ക് സ്വാഭാവികമായൊരു താല്പര്യം കാണാം. പ്രത്യേകിച്ച് ശ്രീരാമൻ, വിഷ്ണു ആരാധന ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഇവരുടെ ജീവിതത്തിൽ വൈകിയെങ്കിലും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സ്വഭാവം കാണാം. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും പിന്നീട് ജീവിതത്തിൽ ഉയർച്ച നേടുന്നവരാണ് പലരും. അതുകൊണ്ടാണ് പുണർദം നക്ഷത്രത്തെ പുനർജന്മത്തിന്റെ നക്ഷത്രം എന്നും ചിലർ വിശേഷിപ്പിക്കുന്നത്. വീണാലും വീണ്ടും എഴുന്നേൽക്കുന്ന അത്ഭുതകരമായ ശക്തി ഇവർക്കുണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ ബാധിക്കാം. ദിനചര്യയിൽ ചെറിയ അശ്രദ്ധ വന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണക്രമവും ഉറക്കവും ശ്രദ്ധിക്കുന്നത് ഇവർക്ക് വളരെ പ്രധാനമാണ്. മനസ്സിന്റെ സമാധാനം നിലനിർത്തുമ്പോൾ ഇവരുടെ ആരോഗ്യവും കൂടുതൽ നല്ല നിലയിൽ തുടരും. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വളരെ സ്നേഹിക്കുന്നവരാണ് ഇവർ. കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഇവർ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അതിയായ ബഹുമാനത്തോടെ കാണും. ആരെങ്കിലും സഹായം ചോദിച്ചാൽ കഴിയുന്നത്ര സഹായിക്കാൻ തയ്യാറാകുന്ന നല്ല മനസ്സുകാർ ആയിരിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവ സംരക്ഷണം തന്നെയാണ്. പലരും ഉപേക്ഷിച്ച സമയത്തും അദൃശ്യമായ ഒരു ശക്തി ഇവരെ കൈപിടിച്ചുയർത്തും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കാറുമുണ്ട്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഒടുവിൽ നല്ലൊരു വഴിത്തിരിവ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഈ നക്ഷത്രക്കാർ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല. കാരണം അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മവിശ്വാസവും ദൈവവിശ്വാസവും അത്ര ശക്തമാണ്.
അതുകൊണ്ട് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നിങ്ങളുടെ ജീവിതം സാധാരണക്കാരുടേത് പോലെയല്ല. നിങ്ങൾക്കൊപ്പം ദൈവാനുഗ്രഹത്തിന്റെ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നാൽ വൈകിയെങ്കിലും ജീവിതത്തിൽ വലിയ ഉയർച്ചയും സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അറിവിനോടുള്ള അതിയായ ആകർഷണം. ഒരു കാര്യം കേട്ടറിഞ്ഞാൽ മാത്രം മതിയാകില്ല, അതിന്റെ ആഴം വരെ മനസ്സിലാക്കണമെന്ന ആഗ്രഹം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അധ്യാപനം, എഴുത്ത്, ലേഖനരചന, വൈദ്യശാസ്ത്രം, നിയമം, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർ വളരെ മികവ് തെളിയിക്കാൻ കഴിവുള്ളവരായിരിക്കും. സംസാര ശൈലിയിലും ചിന്താശേഷിയിലുമുള്ള വ്യക്തത ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കും. പ്രത്യേകിച്ച് വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കുക വളരെ പ്രയാസകരമാണെന്ന് പറയപ്പെടുന്നു. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ ശേഷമാണ് ഇവർ അഭിപ്രായം പറയുന്നത്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവം ഇവർക്കില്ല. എല്ലാ വശങ്ങളും ആലോചിച്ചും ഭാവി ഫലങ്ങൾ കണക്കുകൂട്ടിയും മാത്രമേ ഒരു കാര്യത്തിൽ പ്രവേശിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല വലിയ അപകടങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും. ധനകാര്യ വിഷയങ്ങളിലും ഇവർ പൊതുവെ സ്ഥിരതയുള്ളവരായിരിക്കും. അത്യധികം ആഡംബര ജീവിതത്തെക്കാൾ സമാധാനപരമായ ഒരു ജീവിതമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. കൈവശമുള്ളത് സൂക്ഷിച്ചു ഉപയോഗിക്കാനും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. അതുകൊണ്ട് വലിയ സാമ്പത്തിക തകർച്ചകൾ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കുറവായിരിക്കും. മറ്റുള്ളവരെ പിണക്കാനും വെറുപ്പിക്കാനും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത മനസ്സാണ് ഇവരുടേത്. എല്ലാവരോടും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്ന സ്വഭാവക്കാരാണ് ഇവർ. എന്നാൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരോടോ അസത്യവും കപടതയും നിറഞ്ഞ ആളുകളോടോ ഇവർക്ക് ഒരിക്കലും ചേർന്നു നിൽക്കാൻ കഴിയില്ല. അത്തരം ബന്ധങ്ങൾ ഇവരുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കാറുണ്ട്. പുണർദം നക്ഷത്രക്കാരിൽ മാതാവിനോടുള്ള സ്നേഹവും മമതയും വളരെ കൂടുതലായിരിക്കും. അമ്മയുടെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ശക്തിയായി പ്രവർത്തിക്കുന്നതായിട്ടാണ് വിശ്വാസം. കുടുംബ ബന്ധങ്ങൾക്കും ഇവർ വലിയ പ്രാധാന്യം നൽകും. മാതാപിതാക്കളെ അനുസരിക്കുകയും ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഇവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ ചിലർക്കെങ്കിലും താമസം നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു ബന്ധം കണ്ടെത്താൻ വൈകാം, അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാൻ സമയമെടുക്കാം. എന്നാൽ വൈകിയെത്തുന്ന ബന്ധം പലപ്പോഴും കൂടുതൽ സ്ഥിരതയും സന്തോഷവും നൽകുന്നതായിരിക്കും. വിവാഹശേഷം കുടുംബജീവിതത്തിൽ സമാധാനവും ആത്മബന്ധവും ലഭിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു അത്ഭുതകരമായ ഗുണം അവരുടെ മനോബലമാണ്. ഒരു കാര്യം ലക്ഷ്യമാക്കി ഇറങ്ങിയാൽ എത്ര തവണ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും ശ്രമിക്കാൻ തയ്യാറാകുന്നവരാണ് ഇവർ. പലരും കൈവിടുന്ന സാഹചര്യങ്ങളിലും ഇനിയും ഒരു ശ്രമം കൂടി എന്ന് ചിന്തിക്കുന്ന ശക്തി ഇവരിൽ ഉണ്ടാകും. അതാണ് ഒടുവിൽ ഇവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ദൈവാനുഗ്രഹം ശക്തമായി ഉള്ള നക്ഷത്രമായതിനാൽ പല അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള ഭാഗ്യവും ഇവർക്കുണ്ടാകും. ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിട്ടാലും അവസാന നിമിഷം ഒരു സഹായഹസ്തമെത്തി ഇവരെ രക്ഷിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ജീവിതത്തിൽ എത്ര ഇരുണ്ട സമയങ്ങൾ വന്നാലും ഒടുവിൽ വെളിച്ചത്തിലേക്ക് തിരികെ എത്താനുള്ള ഭാഗ്യം പുണർദം നക്ഷത്രക്കാർക്കുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കുടുംബജീവിതം പൊതുവെ ഉത്തരവാദിത്വപൂർണമായിരിക്കും. വീട്ടിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ഗാർഹിക കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കാതെ കുടുംബത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. വീട്ടിൽ ആരെങ്കിലും വിഷമത്തിലായാൽ ആദ്യം ഓടിയെത്തി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ഈ നക്ഷത്രക്കാരായിരിക്കും. ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിരിക്കാം പലരും. എന്നാൽ ആരോഗ്യത്തെക്കുറിച്ച് ചെറിയൊരു ആശങ്ക എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ചെറിയ അസ്വസ്ഥതകൾ വന്നാലും അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും ചിലപ്പോൾ ആകുലതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സമാധാനം നിലനിർത്തുന്നത് ഇവർക്ക് വളരെ പ്രധാനമാണ്. നല്ല ദിനചര്യയും നിയന്ത്രിതമായ ജീവിത രീതിയും പാലിക്കുമ്പോൾ ആരോഗ്യവും കൂടുതൽ സ്ഥിരതയോടെ നിലനിൽക്കും. ജീവിത ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 50 വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടം അനുഭവിക്കേണ്ടി വരാമെന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു. ചില സമയങ്ങളിൽ നല്ല ഉയർച്ചകളും മറ്റു ചില സമയങ്ങളിൽ പരീക്ഷണങ്ങളും വന്നുചേരാം. എന്നാൽ ഈ അനുഭവങ്ങളൊക്കെയാണ് ഇവരെ കൂടുതൽ ശക്തരാക്കുന്നത്. പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം ജീവിതത്തിൽ കൂടുതൽ സ്ഥിരതയും സമാധാനവും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. വൈകിയെത്തുന്ന ഭാഗ്യത്തിന്റെ നക്ഷത്രം എന്നാണ് പലരും പുണർദം നക്ഷത്രത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നീടുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക സുരക്ഷ, കുടുംബ സന്തോഷം,
മക്കളിലൂടെ അഭിമാനം, ആത്മീയമായ സമാധാനം എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ജീവിതത്തിൽ ഒരിക്കൽ അനുഭവിച്ച കഷ്ടതകൾക്കൊക്കെയും ശേഷം ദൈവം തന്നൊരു പ്രതിഫലം പോലെ സന്തോഷകരമായ നാളുകൾ ഇവരെ തേടിയെത്തും. സ്വന്തം വീടിനോടും നാടിനോടും വലിയൊരു ആത്മബന്ധം ഇവർക്കുണ്ടാകും. എവിടെയെങ്കിലും ദൂരെയായാലും മനസ്സ് സ്വന്തം നാട്ടിലേക്കും കുടുംബത്തിലേക്കും തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ഗൃഹാതുരത്വം വളരെ കൂടുതലായിരിക്കും. ബാല്യകാല ഓർമ്മകളും കുടുംബ ബന്ധങ്ങളും ഇവരുടെ മനസ്സിൽ എന്നും ശക്തമായി നിലനിൽക്കും. ഇനി പുണർദം നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവർ സ്നേഹത്തെ വളരെ ആത്മാർത്ഥതയോടെയും ആഴത്തിലുള്ള വികാരത്തോടെയും കാണുന്നവരാണ്. വെറുമൊരു ആകർഷണമോ സമയം പോക്കലോ ആയിട്ടല്ല ഇവർ പ്രണയത്തെ സമീപിക്കുന്നത്. ഒരാളെ മനസ്സിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയിക്കുന്ന വ്യക്തിയിൽ നിന്ന് അകന്നു പോകാനോ അവരെ വേദനിപ്പിക്കാനോ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. പ്രണയിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളും സ്വഭാവവും മനസ്സിലാക്കി അതനുസരിച്ച് സ്വന്തം പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോലും തയ്യാറാകുന്നവരാണ് ഇവർ. ബന്ധത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആഗ്രഹം. ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകാതിരിക്കാൻ അവർ ഏറെ ശ്രദ്ധിക്കും. പുണർദം നക്ഷത്രക്കാർ പൊതുവെ സമാധാന പ്രിയരാണ്. തർക്കങ്ങളോ വഴക്കുകളോ ഇവർക്ക് ഇഷ്ടമല്ല. ബന്ധത്തിൽ പരസ്പര ബഹുമാനവും സ്നേഹവും മനസ്സിലാക്കലുമാണ് അവർ കൂടുതൽ വിലമതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നവർ പലപ്പോഴും ഇവരായിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഉള്ളു തുറന്ന് സംസാരിക്കുന്ന സ്വഭാവം. മനസ്സിൽ എന്തുണ്ടോ അത് തുറന്നു പറയാൻ ഇവർ മടിക്കാറില്ല. എന്നാൽ ചില സമയങ്ങളിൽ ഈ തുറന്നു പറച്ചിൽ തന്നെയാണ് പ്രശ്നങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്നത്. എങ്കിലും കപടതയോ ഇരട്ടമുഖമോ ഇല്ലാത്ത വ്യക്തികളായിരിക്കും ഇവർ. ഒരു ബന്ധത്തിനുള്ളിൽ അനുസരണയോടെയും ആത്മാർത്ഥതയോടെയും നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. പ്രണയിക്കുന്ന വ്യക്തിയുടെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ട് കാണുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. വളരെ കരുണയോടെയും അലിവോടെയും മറ്റുള്ളവരെ സമീപിക്കുന്ന ഇവർ ബന്ധങ്ങളിൽ ഒരു ആശ്വാസ സാന്നിധ്യമായി മാറുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായ മനസ്സാണ് ഇവരുടേത്. സ്വന്തം വിഷമങ്ങൾ മറച്ചുവെച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരും പലപ്പോഴും ഇവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ടാകും. ജീവിത ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുണർദം നക്ഷത്രക്കാരുടെ 32 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ പല പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വരാമെന്നാണ് വിശ്വാസം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ബന്ധങ്ങളിൽ നിരാശകൾ എന്നിവ നേരിടേണ്ടി വരുമെങ്കിലും ഇവർ ഒരിക്കലും പൂർണ്ണമായി തളരുന്നവരല്ല. ഓരോ തകർച്ചയ്ക്ക് ശേഷവും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന അത്ഭുതകരമായ മനോബലം ഇവർക്കുണ്ടാകും. 32 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ഥിരതയും ഭാഗ്യവും ഉയർച്ചയും ക്രമേണ ജീവിതത്തിലേക്ക് എത്തിത്തുടങ്ങും. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വളർച്ച നേടാൻ ഇവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും വളരെ മൃദുല സ്വഭാവികളും ശുദ്ധഹൃദയരുമായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന മനസ്സാണ് ഇവരുടേത്. ജീവിതത്തിൽ ഭാഗ്യവും കർമ്മകൗശലവും ഒരുപോലെ അനുഗ്രഹമായി ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഏത് കാര്യവും ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യാൻ ഇവർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇവർക്ക് ആദരവും അംഗീകാരവും ലഭിക്കാറുണ്ട്. എന്നാൽ ഇവരുടെ ഒരു പ്രധാന ദൗർബല്യം തുറന്നു പറച്ചിലാണ്. മനസ്സിൽ എന്തുണ്ടോ അത് മറച്ചു വയ്ക്കാതെ നേരിട്ട് പറയുന്ന സ്വഭാവം പലപ്പോഴും അനാവശ്യ പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകാറുണ്ട്. ചിലപ്പോൾ സത്യസന്ധത കൊണ്ടുതന്നെ ജീവിതത്തിൽ ശത്രുക്കളെ സൃഷ്ടിക്കേണ്ട സാഹചര്യം വരാം. എങ്കിലും കപടതയില്ലാത്ത മനസ്സാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജ്യോതിഷപരമായിട്ട് പുണർദം നക്ഷത്രത്തിനൊപ്പം കൂടുതൽ അനുകൂലത കാണിക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അതേസമയം ചില നക്ഷത്രങ്ങളുമായി ആശയ വ്യത്യാസങ്ങളോ മനസ്സിലാക്കൽ കുറവുകളോ ഉണ്ടാകാനുള്ള സാധ്യതയും ജ്യോതിഷത്തിൽ പരാമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ വ്യക്തികളുടെ സ്വഭാവവും ജീവിത സാഹചര്യങ്ങളും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം കൂടെ ഓർക്കേണ്ടതാണ്. പുണർദം നക്ഷത്രത്തിന്റെ ദശാനാഥൻ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ജ്ഞാനം, ധർമ്മബോധം, ആത്മീയത, നല്ല തീരുമാനങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വരാൻ ഇത് സഹായകമാകുന്നു. ഗുരുദശയ്ക്ക് ശേഷം ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിങ്ങനെ ദശാകാലങ്ങൾ മുന്നോട്ടു പോകുന്നുവെന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു. ഓരോ ദശാകാലവും ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളും പാഠങ്ങളും നൽകുന്നതായിരിക്കും.
ദീർഘായുസിന്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായിട്ടാണ് പുണർദം നക്ഷത്രത്തിനെ കണക്കാക്കുന്നത്. 85 വയസ്സിന് മുകളിലുള്ള ആയുസ് സാധ്യതയാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി ഇവർക്കുണ്ടാകുന്നത് ദീർഘായുസിനും മാനസിക ശക്തിക്കും ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പുണർദം നക്ഷത്രത്തിൽ ജനിച്ച പലരും സ്വന്തം ഉള്ളിലെ ശക്തി പൂർണ്ണമായി തിരിച്ചറിയാതെ ജീവിക്കാറുണ്ട് എന്നതാണ്. ഇവരുടെ ആത്മവിശ്വാസവും മനോബലവും യഥാർത്ഥത്തിൽ എത്ര വലിയതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഏതു മേഖലയിലും വിജയിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. പലപ്പോഴും വൈകിയാണ് അവരുടെ യഥാർത്ഥ ഉയർച്ച ആരംഭിക്കുന്നത്. പക്ഷെ ഒരിക്കൽ ഉയർന്നു തുടങ്ങിയാൽ പിന്നെ ജീവിതത്തിൽ ഉറച്ച സ്ഥാനം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരിക്കലും സ്വയം ചെറുതായി കാണരുത്. നിങ്ങളുടെ ഉള്ളിൽ ദൈവാനുഗ്രഹത്തോടൊപ്പം അതിശയകരമായ ഒരു ആത്മശക്തി ഒളിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും സന്തോഷവും സമാധാനവും ഉറപ്പായും കൈവരിക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് പുണർദം നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായി തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.